ഗുഡ് മോർണിംഗ്. ഇന്ന് ആർ ഫാമിലി ഡേ മോർണിംഗ് വിശേഷങ്ങൾ കണ്ടു നോക്കാം. ഫസ്റ്റ് അമ്മയുടെ അടുക്കളയിലോട്ട് പോവാം. എന്താണ് അമ്മ ഇന്നത്തെ വിശേഷങ്ങൾ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ എന്റെ പുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇന്ന് നമുക്ക് പയറാണ്. പയറും നമുക്ക് പപ്പടമുണ്ട്. പപ്പടമൊക്കെ വറുത്ത് വെച്ചത് ഈ അവസ്ഥയിലായി. പകുതിയോളം ഉണ്ടായിരുന്നത് നമ്മുടെ മക്കളും ഓരോന്നോരോന്നും കഴിച്ചു. ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാബേജും ബീൻസ് ക്യാരറ്റും കൂടി തോരൻ റെഡി ആയിട്ടുണ്ട്. പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് മാറ്റി വെക്കും. ഇവിടെ ചെറിയ സ്പേസാണ് നമ്മുടെ ഈ ചെറിയ അടുക്കളയിലുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് ഓടി നടന്ന് ചെയ്യണ്ട. ഇങ്ങനെ തിരിഞ്ഞ് ഓരോന്ന് ചെയ്യാം. പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ അടിയിലൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് അടുക്കളയാണ് നമ്മുടെ ഇത്. വലിയ അടുക്കള അവിടെ ഉണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ വലിയ അടുക്കളയൊക്കെ ഇഷ്ടം. എനിക്ക് ചെറിയ അടുക്കളയാണ്. പിന്നെ എന്താണ്, ഇന്ന് രേഷൻ എനിക്ക് നല്ലൊരു മുട്ട മഴ തന്നിട്ടുണ്ട്. കണ്ടോ കക്കറച്ചി. നമ്മുടെ പാറുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കക്കറച്ചി. എന്ന് വെച്ചാൽ എല്ലാവർക്കും കക്കറച്ചി ഇഷ്ടമാണ്. പാറും അങ്ങനെ എല്ലാ ഐറ്റംസും ഒന്നും കഴിക്കില്ല. ചെമ്മീനൊന്നും ഇഷ്ടമല്ല, ചെമ്മീൻ കഴിക്കില്ല. അപ്പോൾ മീൻ വാങ്ങിച്ചാൽ അയില വാങ്ങിച്ചാലൊന്നും കഴിക്കില്ല. ചാള ചിലപ്പോൾ വറുത്താൻ കഴിക്കാത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് വെജിറ്റബിൾ കറി ആയിരുന്നു. തക്കാളി വെജിറ്റബിൾ അല്ല, കുറച്ച് ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുട്ടികളുടെ ഭക്ഷണം കഴിക്കൽ കുറവായിരുന്നു. തക്കാളിക്കറി ഇന്നലെ, തക്കാളിക്കറിയും ചെമ്മീൻ ചമ്മന്തിയും പിന്നെ എന്തായിരുന്നു തോരൻ കാണും പോലെ ബീട്രൂട്ട് തോരനുമായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയതാണ്. അപ്പോൾ ഇന്ന് എരിശ്ശേരി മാറ്റി വെച്ചു, നാളത്തേക്കാക്കി. അപ്പോൾ ഇന്ന് പയർ നമുക്ക് കറിയിട്ട് വെച്ചു. പിന്നെ എന്താണ് എൻ്റെ ജോലികൾ, ഇനി അയില വാങ്ങിച്ചിട്ടുണ്ട്. അയില എന്തായാലും ഇനി നാളത്തേക്കാണ് വെക്കുള്ളൂ. ഇന്നിപ്പോൾ കക്കറച്ചി എടുക്കും. അയിലെടുത്ത് 2 അയിലെടുത്ത് തിളപ്പിക്കാൻ നല്ല മുളക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ജോലികൾ. രാവിലെ തന്നെ എൻ്റെ ജോലികൾ തീർക്കുക. അടുക്കളയിൽ ഞാൻ ക്ലീൻ ചെയ്ത് ഇറങ്ങും. പിന്നെ നമുക്ക് പുറത്ത് അലക്കാനുണ്ടാവും. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് മഴ ഒരു വിഷയമല്ല. എല്ലാം വെയിലത്ത് ഇടണ്ട, നമുക്ക് ഷീറ്റിൻ്റെ അടിയിൽ തന്നെ ഇടാം. പിന്നെ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഒരു പാട്ട് പാടട്ടെ എന്നാ. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ പാട്ട് പാടാം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം, തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണതേ മാമ്പഴം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. പിന്നെ എൻ്റെ പാട്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പറഞ്ഞത്. അപ്പം ഒരു പാട്ട് എന്താവാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ. ഈ ടോപ്പ് ഇന്നലെ ഞാൻ ഇത്രയുള്ള സ്ലീവായിരുന്നു. അത് ഞാനിപ്പോൾ ചെറിയ സ്ലീവാക്കി. പിന്നെ ചൂടായതുകൊണ്ട് നമുക്ക് അതൊക്കെ ഇടാൻ ഇഷ്ടമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കയറുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഉപയോഗിക്കാനാണ് ഈ സമയത്ത് ഇഷ്ടം. അപ്പം ഇപ്പം നൈറ്റ് ഒന്നും അങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് ടോപ്പ് നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തു ആണ്. ഇതെനിക്കിഷ്ടമാണ്, നല്ല ടോപ്പാണ്. അപ്പോൾ ഇപ്പോൾ നൈറ്റ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഒരു 3 പീസാണ് അടിയിൽ വരുന്നത്. അപ്പോൾ ഇടാനായിട്ട് യൂസ് ചെയ്യാനാണ് എളുപ്പമുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഒരു 2 ടോപ്പ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ടോപ്പുകൾ ഇങ്ങനെ സ്ലീവ് ചെറുതാക്കുന്നുണ്ട്, കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഭദ്രമ്മ അവിടെ തന്നെ വിളിക്കുന്നുണ്ട്. പാല് കറന്നിട്ടില്ല, അവളുടെ പാല് കറക്കണം. അത്രയുള്ള എൻ്റെ ജോലികൾ. അപ്പോൾ ഇനി അടുത്ത വിശേഷത്തിലോട്ട് കപ്പിക്കോളൂ. ഭദ്രന മഴ ഇതുകൊണ്ട് അകത്തോട്ട് കയറ്റിയാക്കുകയാണ്. ഭദ്രക്കുഞ്ഞെ അയ്യോ അശു 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 കെച്ചുമല്ലേ ഇടാറുണ്ട്. കെച്ചുമണി കണ്ട, കെച്ചുമനടതിപ്പുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഭദ്രൻ കെച്ചുമനെ കൊടുക്കട്ടെ. വരുന്നു പഠിക്കുകയാണ് ഗൈസ്. ഇന്നലെ വാങ്ങിച്ചതാണ് ബീൻ പാക്ക്. ഇതെന്താ പഠിക്കണം ദേവേ? എവിടെ നോക്കട്ടെ. ദേവക്കടക്ക് ഇങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ടാറ്റാ.